കല്യാണത്തിന് ഉടുത്തിറങ്ങാനുള്ള സാരി അങ്ങനത്തെ 31-ാം തീയതി കല്യാണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഒന്നേന്ന് ഞങ്ങൾ തുടങ്ങണം. അതുപോലുള്ള സാധനങ്ങളെല്ലാം ഫുള്ളും 100% സന്തോഷമേ ഉള്ളൂ. മേടിച്ചെന്ന മൂക്ക് വളരെയേറെ സന്തോഷം എൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്കും കൈരളി ചാനലും എല്ലാം ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചു കൊള്ളുന്നു. മറക്കത്തില്ല, കാരണം ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് സഹകരിക്കുകയും കൂടെ ചെയ്യണം. മേടിച്ച രശ്മി എന്ന് വിളിക്കാം. മേടിച്ചെന്ന ഡ്രസ്സ് ഇട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ കല്യാണത്തിന് വന്നത്. പ്രളയക്കെടുതിയിൽ നിന്ന് നാട് പൂർണ്ണമായി മുക്തമായിട്ടില്ല. എന്നാൽ ഇന്നൊരു സന്തോഷമുണ്ട്, വലിയ സന്തോഷം. കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്ന നടൻ ചേട്ടനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുടെ കല്യാണത്തിന് വേണ്ടി എടുത്ത വസ്ത്രങ്ങൾ മുഴുവൻ ഈ പ്രളയക്കെടുതി നശിച്ചു പോയെന്നുള്ള ദുഃഖത്തോടെ അവരുടെ വിഷമം കൈരളി ന്യൂസിനോട് പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോഴിതാ ആ വാർത്ത കണ്ട് ശ്രീലക്ഷ്മി, ഉദയകുമാർ അവർക്ക് വസ്ത്രങ്ങളും അവർക്ക് ചില സാമ്പത്തിക സഹായമായിട്ട് ഇവിടെ എത്തി അവർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആ കുടുംബം ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യം ചേച്ചിയോട് തന്നെ ചോദിക്കാം. വലിയ വിഷമത്തോടെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ശ്രീലക്ഷ്മി വസ്ത്രമായിട്ട് വന്ന ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് വേണ്ടി മേഡം ഞാൻ എങ്ങനെ വിളിച്ച് ശീലിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ ഷോപ്പിൽ ചെന്നിട്ടാണെങ്കിൽ എത്ര 11 മണി വരെ ഓരോരുത്തർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എത്ര നേരം അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് തന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. പുതിയ വസ്ത്രങ്ങളായിട്ട് തന്നെ പോകാമല്ലോ. അതെ അതെ, ഞങ്ങൾ മേടിച്ച രശ്മി എന്ന് വിളിക്കാം. മേടിച്ചെന്ന ഡ്രസ്സ് ഇട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത്. ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സന്തോഷം. ചേട്ടാ രശ്മി സന്തോഷം തീർച്ചയായിട്ടും 100% സന്തോഷമേ ഉള്ളൂ. മേടിച്ചെന്ന മൂക്ക് വളരെയേറെ സന്തോഷം എൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്കും കൈരളി ചാനലും എല്ലാം ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെ നന്ദിയോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ചും എൻ്റെ മോളെപ്പോലെ തന്നെ മൂക്കും ഞങ്ങളുടെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. രശ്മി ഇത് വാർത്തയാക്കേണ്ടതൊക്കെ നമ്മുടെ നിർബന്ധിച്ചാണ്. പക്ഷേ രശ്മി ഇത് ചെയ്യുന്നൊരു ഈ പ്രളയ സമയത്തും ഈ മനസ്സു ചോരാത്ത അല്ലെങ്കിൽ നന്മയുടെ ഉറവിടം പറ്റാത്ത ഒരുപറ്റം ആളുകൾ രശ്മിയുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അറിയേണ്ടത് കാര്യം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. രശ്മി അവരുടെ ഒരു സ്നേഹം, രശ്മി കാട്ടുന്ന വലിയൊരു മാതൃക, ഒരുപാട് ആളുകളുടെ സഹായം കൂടി ഒത്തൊരുമയോടാണ്. രശ്മി എനിക്ക് മനസ്സിലാക്കുന്ന ഗാസയിലൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തിച്ച ആളുകൂടിയാണ്. ഒരു ആത്മസന്തോഷം കൂടിയില്ലേ ഈ നിമിഷം? സമാധാനപരമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ കൈരളി ന്യൂസിലൂടെ ഇൻസ്റ്റഗ്രാമിൽ ത്രൂ ആണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആ വീഡിയോ അങ്ങനെ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനും എൻ്റെ വീട്ടിലും ഞങ്ങൾ 2 പെൺമക്കളാണ്. ഞങ്ങളുടെ കുടുംബം ഞങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അച്ഛനാണെങ്കിലും നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി വരുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യം എത്രത്തോളം മോശമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കുടുംബം മാത്രമല്ല, ഈ ഒരു പ്രളയത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാവരെയും സഹായിക്കാനോ എല്ലായിടത്തേക്കും ഓടിയെത്താനോ ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ല. അപ്പോൾ അവനവൻ്റെ പരിശ്രമത്തിൽ 1-2 കുടുംബങ്ങൾക്കെങ്കിലും നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട്, അതായത് ഒരിക്കലും ഇതിനെ ഒരു ചാരിറ്റി എന്നോ അല്ലെങ്കിൽ സഹായം എന്നോ വിളിക്കാനല്ല ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ കയ്യിലുള്ളതിൽ നിന്നൊരു പങ്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് എനിക്ക് സാധിച്ചു. എപ്പോഴും എന്ന് വെച്ചാൽ എന്ത് പ്രതിസന്ധികളും ദുരിതങ്ങളും ഇതുപോലെ സംഭവിച്ചാലും കേരളത്തിലെ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാറുണ്ട്, ഒന്നിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ഇൻസ്റ്റഗ്രാം കുറിപ്പായിട്ടാണിത് അറിയിച്ചത്. അപ്പോൾ ഒത്തിരി ആളുകൾ സഹായമായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പോൾ മോളുടെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിലും വസ്ത്രങ്ങൾക്കാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ സഹായിക്കാമെന്ന് ഒത്തിരി ആളുകൾ അറിയിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഓർത്ത് വെക്കുന്ന 1-2 പേരെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടനാട്ടിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. അപ്പോൾ ആൾ പറയുന്നത് ആളുടെ വീട്ടിൽ കഴുത്തറ്റം വെള്ളത്തിലാണ് ആൾ നിൽക്കുന്നത്. പക്ഷേ അവർക്കുള്ളതിൽ നിന്ന് ആ മോൾക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നൊരു ചെറിയ തുക ഞാൻ നൽകാം, അങ്ങനെ പറഞ്ഞവരുണ്ട്. ഈ മാസം തന്നെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള 1-2 പെൺകുട്ടികൾ
അവരുടെ കല്യാണ ചെലവിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് അവരെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നിട്ടുള്ളവരുണ്ട്. ചിലർ വന്നിട്ട് വീട് ജപ്തിയിലാണ്, കടത്തിലാണ്, പക്ഷെ 50-100 രൂപയെങ്കിലും വെച്ച് ഞങ്ങൾക്ക് അവരെ നമ്മുടെ ഒപ്പം എത്തിക്കാൻ, മുന്നോട്ട് നടത്തിക്കാൻ ഞങ്ങൾക്ക് കൂടെ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന ഒത്തിരി നല്ല മനസ്സുള്ള മനുഷ്യരെ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ. തീർച്ചയായിട്ടും അന്ന് മകളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു മകള് തന്നെ നമ്മുടെ ഒപ്പം വന്നില്ലേ രശ്മി അല്ലേ? അങ്ങനെ ഒരു മകളെ പോലെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ വന്ന ഉടനെ പറഞ്ഞില്ലേ മോളെ പോലെ തന്നെയാണ്, എൻ്റെ മോളെപ്പോലെ തന്നെയാണ്. ഇങ്ങനെ കൊണ്ട് ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി. ഈ ഒരു ഭാരം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് സഹകരിക്കുകയും കൂടെ ചെയ്യണം. 31-ാം തീയതി കല്യാണത്തിന് വരണം കേട്ടോ. എത്രാം തീയതി? 31-ാം തീയതി നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കണം. കാരണം ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. അതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രളയത്തിനിടയ്ക്കും വലിയ ദുരിതത്തിലും മലയാളികൾ പ്രളയത്തെ ഒരുമിച്ച് അതിജീവിക്കുമെന്ന് പറയാറുണ്ട്. ആ അതിജീവനത്തിൻ്റെ ഒരു കഥ കൂടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ബിബിൻ്റെയൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.